സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എപ്പോൾ വരും? ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ ഒരേ ഒരു കാര്യമാണ് കാത്തിരിക്കുന്നത്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം എപ്പോൾ ആരംഭിക്കും? ഇതിനിടയിൽ ഗുണഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതുവരെ ഔദ്യോഗികമായി കൃത്യമായ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ വിതരണത്തിനുള്ള സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങി അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് ഗുണഭോക്താക്കൾ അനാവശ്യമായി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നാണ്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷിക്കാരുടെ പെൻഷൻ, അവിവാഹിതരായ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, കാർഷിക തൊഴിലാളി പെൻഷൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി 50 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഓരോ മാസവും ആയിരക്കണക്കിന് കോടി രൂപ ഇതിനായി സർക്കാർ വകയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ മാസത്തെ പെൻഷൻ വിതരണം സർക്കാർ വേഗത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കാനായി 1080 കോടി രൂപ അനുവദിക്കുകയും ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വിതരണത്തിനായി അധിക തുകയും അനുവദിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ജൂലൈ മാസത്തെ വിതരണവും ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗുണഭോക്താക്കൾക്കിടയിൽ ഉള്ളത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിലെ പലതരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇന്നു മുതൽ പെൻഷൻ എത്തും, നാളെ മുതൽ എല്ലാവർക്കും അക്കൗണ്ടിൽ വരും, അങ്ങനെ പല അവകാശവാദങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ സർക്കാർ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കുന്നതുവരെ കൃത്യമായ തീയതി ആർക്കും ഉറപ്പിച്ച് പറയാനാവില്ല. അതുകൊണ്ട് വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. പെൻഷൻ വിതരണം ആരംഭിച്ചാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ബാങ്കുകളിലൂടെയും നേരിട്ടുള്ള വിതരണം ഘട്ടം ഘട്ടമായി നടക്കാറുണ്ട്. എല്ലാവർക്കും ഒരേ ദിവസം തുക ലഭിക്കണമെന്നില്ല. ചിലർക്ക് ആദ്യ ദിവസം ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് 2-3 ദിവസം കഴിഞ്ഞായിരിക്കും ലഭിക്കുക. അതിനാൽ ആദ്യ ദിവസം തന്നെ പണം ലഭിച്ചില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിരവധി കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ്. മരുന്നുകൾ വാങ്ങാനും ചികിത്സാ ചെലവുകൾ നിറവേറ്റാനും ദൈനംദിന ആവശ്യങ്ങൾ നടത്താനും ഈ തുക ആശ്രയിക്കുന്നവരാണ് ലക്ഷക്കണക്കിന് ആളുകൾ. അതുകൊണ്ട് തന്നെ ഓരോ മാസവും പെൻഷൻ വിതരണം സംബന്ധിച്ച വാർത്തകൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ട്. ഒരിക്കൽ കൂടി പ്രധാന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ കൃത്യമായ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങി അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിതരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. പെൻഷൻ വിതരണം ആരംഭിക്കുന്ന മുറയ്ക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങൾക്കായി ഞാൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇതിനിടെ റേഷൻ കാർഡ് നിറം മാറ്റുന്നതിനായി, അതായത് കാർഡ് കൺവേർഷനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് ജൂലൈ 20 വൈകിട്ട് 5 മണിയോടെ അവസാനിക്കുകയാണ്. സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഇ സർവീസ് പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സ്വീകരിച്ചത്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള എന്നീ വിഭാഗങ്ങൾക്കിടയിൽ അർഹതയുടെ അടിസ്ഥാനത്തിൽ കാർഡ് മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതായിരുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പ് നൽകിയ മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് എന്തെന്നാൽ 20 ജൂലൈക്ക് ശേഷം തിരികെ അയക്കപ്പെടുന്ന കൺവേർഷൻ അപേക്ഷകൾ വീണ്ടും സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കില്ല. അതിനാൽ അപേക്ഷ നൽകിയവർ